വിശദമായി നോക്കാം. തനിക്കെതിരായ കാരണം കാണിക്കൽ നോട്ടീസ് പ്രതികാര നടപടിയുടെ ഭാഗമായാണെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. ശസ്ത്രക്രിയ താൻ മുടക്കിയെന്ന് പറയുന്നത് അപമാനിക്കുന്നതിന് തുല്യമാണ്. ഉപകരണമില്ലാത്തതുകൊണ്ടാണ് ശസ്ത്രക്രിയ മുടങ്ങിയത് എന്നതിൽ ഉറച്ചു നിൽക്കുന്നു. തെളിവ് കൊടുത്തവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ടാകും. പ്രോബ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും തെറ്റാണ്. DMEയുടെ കാരണം കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം നൽകുമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. വിദഗ്ധസമിതിയുടെ റിപ്പോർട്ട് പലരും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. RTA വഴി വിവരാവകാശം വഴി പലരും ചോദിച്ചിരുന്നു, അത് കൊടുത്തിട്ടില്ല. ആ റിപ്പോർട്ട് എന്നെയും കാണിച്ചിട്ടില്ല. അവരെന്താണ് എഴുതി കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. ആരൊക്കെയാണ് തെളിവ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്താണ് അതിന് തെളിവ് കൊടുത്തതെന്ന് അറിയില്ല. അതെങ്ങനെയാണ് അവർക്കത് അങ്ങനെയൊക്കെ ഒരു കിട്ടിയെന്ന് അറിഞ്ഞൂടെ. അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്ന് ഇവരെ ഇവിടുന്ന് അതിൻ്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നത്. പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടുതന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. എൻ്റെ ശസ്ത്രക്രിയ മുടക്കേണ്ട കാര്യം എനിക്കെന്താ ശസ്ത്രക്രിയ മുടക്കിയിട്ടില്ല. ഉപകരണം ഇല്ലായിരുന്നു. അതിലൊരു ഉറച്ചു കിട്ടും. എത്രയോ പ്രാവശ്യം അവരെ അറിയിച്ചതാണ്. അവിടെ HDSലെ ഒരു സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ കുട്ടിയാണ് എല്ലാ ദിവസവും പോയി അവിടെ പോയി പറയുന്നത്, ഇല്ല ഉപകരണം ഇല്ല, തീർന്നു, പ്രോബ് ഒടിഞ്ഞു പോയി, പ്രോബിന് 3 എണ്ണം ഉള്ളൂ, അതിൽ ബാക്കി 2 ഉള്ളൂ, ബാക്കി 1 ഉള്ളൂ, ഒന്നും കൂടെ ഒടിയാറായി, 2 ആഴ്ചയേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ എന്നിങ്ങനെ കൗണ്ട് ഡൗൺ മാതിരി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ അറിയിച്ചതാണ്. എന്തായാലും ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളമാണെന്നാണ്. അടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജം. വിവരങ്ങൾ സനിസ ശോഭാചന്ദ്രൻ നൽകും. സനിസ, കാരണം കാണിക്കൽ നോട്ടീസിനോട് എന്താണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ മറുപടി, പ്രതികരണം? ദിവ്യ, ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ 2 ആരോപണങ്ങളാണ് ഗുരുതരമായി ഡോക്ടർ ഹാരിസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അത് ഒന്ന്, ശസ്ത്രക്രിയ മുടക്കി, അത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. രണ്ടാമത്തേത് ചട്ടലംഘനമാണ്. ഇതിൽ ശസ്ത്രക്രിയ മുടക്കി എന്ന ആരോപണം കള്ളമാണെന്ന് ഡോക്ടർ ഹാരിസ് പറയുന്നു. അന്ന് ശസ്ത്രക്രിയ മുടങ്ങിയത് പ്രോബ് ഉപകരണമില്ലാത്തത് കൊണ്ട് തന്നെയാണെന്നതിൽ ഡോക്ടർ ഹാരിസ് ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം ശസ്ത്രക്രിയ നടന്നതിനും അദ്ദേഹം വിശദീകരണം തരുകയുണ്ടായി. അത് മറ്റൊരു ഡോക്ടറുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഉപകരണം പ്രോബ് ഉപയോഗിച്ചാണ് ശസ്ത്രക്രിയ നടന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ തന്നെ 1000 രൂപയുണ്ടെങ്കിൽ ഇത്തരത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ കഴിയുമെന്നും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വിശദീകരണം നൽകും, ഇതിനെതിരെ ശക്തമായ വിശദീകരണം നൽകുമെന്നും തനിക്കെതിരെ തെളിവ് നൽകിയവർക്ക് അവരുടേതായ എന്തെങ്കിലും കാരണം കാണും, അവരുടേതായ എന്തെങ്കിലും ലക്ഷ്യം കാണുമെന്നും ഡോക്ടർ ഹാരിസ് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വിശദീകരണം, ഈ നോട്ടീസിനുള്ള മറുപടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നേരിട്ട് തന്നെ നൽകുമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. കൃത്യമായിട്ടുള്ള മറുപടി വിദഗ്ധ സമിതിക്ക് ആ സമയത്ത് തന്നെ, ഈ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് തന്നെ നൽകിയതാണ്. 2 ദിവസം നീണ്ട തെളിവെടുപ്പായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വിശദീകരണം നൽകിയതാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ആരൊക്കെയാണ് ഇതിൽ തെളിവ് കൊടുത്തത്, എന്താണ് തെളിവ് കൊടുത്തത് എന്നൊന്നും തനിക്ക് അറിയില്ലെന്നും ഡോക്ടർ ഹാരിസ് പറയുകയുണ്ടായി. ഇതിൽ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടണം, എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് തനിക്ക് അറിയണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നടപടികൾ ഉണ്ടാകുമല്ലോ എന്ന ചോദ്യത്തിന് നടപടികൾ നേരിട്ടല്ലേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ചട്ടലംഘനം, തന്റെ ഭാഗത്ത് നിന്ന് ചട്ടലംഘനം ഉണ്ടായി എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു, പക്ഷേ തന്റെ ഗതികേട് കൊണ്ടാണ് അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരത്തിൽ നോട്ടീസിന് മറുപടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വിശദീകരണം നേരിട്ട് നൽകും. ഈ കോൺട്രവേഴ്സികൾ ഉണ്ടെങ്കിൽ കൗണ്ടർ ചെയ്യാനും താൻ തയ്യാറാണെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ KGM-CTA-യുമായിട്ട് സംസാരിച്ചിട്ടില്ല. അത്തരം സംഘടനകളുടെ ഒന്നും സഹായം തനിക്ക് വേണ്ടെന്നും ഇത് തന്റെ വ്യക്തിപരമായ പ്രശ്നമായിട്ടാണ് കാണുന്നതെന്നും ഇതിനെ സ്വയം തന്നെ നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ പുറത്തു വന്നതിൽ എന്തൊക്കെയാണ് ഫിൽട്ടർ ചെയ്ത് പുറത്തു വന്നിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വിശദീകരണം നൽകും. നോട്ടീസിനുള്ള മറുപടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത്. മറ്റ് വഴികളില്ലാതെ വന്നതോടുകൂടിയാണ് പരസ്യമായി പ്രതികരിച്ചത്. എന്തായാലും എന്ത് നടപടി ഉണ്ടായാലും അതിനെ നേരിടുമെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണം. വിവരങ്ങളാണ് സനിസ ശോഭാചന്ദ്രൻ നൽകി.